Welcome to the first post-match reaction show of Iraola Era. 3:30 കളി നമ്മൾ കണ്ട് കഴിഞ്ഞപ്പോട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മാച്ച് ഈ പോഡ്കാസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ആക്ച്വലി ഒരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റ് ചെയ്തു, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും വരും. സുദീപ്, ഇറ്റ് ഇസ് അബൌട്ട് ഇറയോള എവിടുന്ന് വന്നു, ഇറയോള ആരാണ്, ഇറയോളയുടെ ഒരു ഫുട്ബോളിംഗ് ജേർണി ആസ് എ പ്ലെയർ ആൻഡ് എ മാനേജർ ഒരു എപ്പിസോഡായിട്ട് വരും. അത് കഴിഞ്ഞ് വി വിൽ ഡു ഷോർട്ട് എപ്പിസോഡ് ഓൾസോ ഓൺ ഹൗ ഇറയോള ടാക്ടിക്സ് ഓൺ ദ ബോൾ, ഓഫ് ദ ബോൾ, എവറിഥിങ്. ഇറയോള എങ്ങനെയാണ് ലിവർപൂൾ കളിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പോഡ്കാസ്റ്റ് വരും, ഒരു ഷോ വരും. അപ്പൊ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു റിലീസ് ഇറ്റ് ഫോർ യു. അതോടൊപ്പം ഇന്നത്തെ മാച്ചിനെ കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ് മാച്ച് റിയാക്ഷൻ. ഫ്രണ്ട്ലി ആണ്, പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യാനൊന്നും ഇല്ല. അതെ, റിസൾട്ട് അല്ല. ഐ തിങ്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വാസ് ടു സീ വാട്ട് സിസ്റ്റം ഇറ്റ് ഇസ്. ആൻഡ് സർപ്രൈസിങ് അല്ലായിരുന്നല്ലോ പിന്നെ നമ്മള് എക്സ്പെക്ട് ചെയ്ത് തന്നെ 4-2-3-1 വിത്ത് 2 ഡൈനാമിക് മിഡ്ഫീൽഡേഴ്സ്. അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ബോത്ത് ഇന്നലെ മിഡ്ഫീൽഡ് കളിച്ച മെക്കോണലും കർട്ടിസ് ജോൺസും വെർ ഡൂയിങ് അപ്പ് ആൻഡ് ഡൗൺ, ആസ് വെൽ ആസ് സെക്കൻഡ് ഹാഫ് കളിച്ച സൊബോസ്ലൈ ആൻഡ് ട്രേ ന്യോണി, ബോത്ത് ഓഫ് ദം വെർ ഡൂയിങ് അപ്പ് ആൻഡ് ഡൗൺ. സോ ഏകദേശം നമുക്കൊരു ധാരണ വന്നിട്ടുണ്ട്. വേർഡ്സ് നമ്പർ 10 ആയിരിക്കും, കാരണം അവിടെയാണ് എലിയട്ട് കളിച്ചത്. ഒരു നല്ല നമ്പർ 9 ഉണ്ടാവും. ഇന്നലെ വിൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. സെക്കൻഡ് ഹാഫിൽ കിയേസ, ബോത്ത് പ്രോപ്പർ 9 ആയിരുന്നു. സോ അല്ല, കിയേസ 9 അല്ലേ കളിച്ചേ? ഓർക്കപ്പിച്ചില്ല കണ്ടത് 9 ആണ് കളിച്ചത്. പക്ഷെ അവസാനത്തേക്ക് ലൂയിസ് കോമാസ് വന്നിട്ട് അവിടെ കളിച്ചു. ബട്ട് യാ, മാറിയതിനു ശേഷം കോമാസ് അങ്ങോട്ടേക്ക് പോയി. Basically we'll be playing with a pure number 9 and a very advanced number 10. അത് നമ്പർ 10 എന്നും പറയാനില്ല. ഇറ്റ് വാസ് മോർ ലൈക്ക് എ 9.5. ഇനിയിപ്പം എന്താ പറയാ, ജെൻസി ഭാഷയിൽ പറഞ്ഞാൽ ക്രൂപ്പി ജൂനിയർ പൊസിഷൻ എന്നൊക്കെയാണ് ഇപ്പം ഫുട്ബോളിംഗ് പണ്ഡിതർ അതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു വേർഡ്സ് അവിടെയായിരിക്കും കളിക്കേണ്ടത്. വേർഡ്സിന്റെ ബാക്കപ്പ് ആയിട്ട് എലിയറ്റ് അവിടെ കളിക്കുന്നത്. ഐ എം വെരി ഹാപ്പി ഫോർ എലിയറ്റ്. പുള്ളിയുടെ പൊസിഷൻ അതാണ്. ഫൈനലി ഹീസ് ഗെറ്റിംഗ് ടു പ്ലേ ഇൻ ദ പൊസിഷൻ ദാറ്റ് ഹി ഈസ് ഗുഡ് അറ്റ്. കാരണം സ്ലോട്ടിന്റെ ഫോർമേഷനിലും ആ പൊസിഷൻ ഇല്ല, ക്ലോപ്പിന്റെ ഫോർമേഷനിലും ആ പൊസിഷൻ ഇല്ല, വൈഡ് കളിക്കാൻ പേസ് ഇല്ല. സോ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട്. പുള്ളിക്ക് അസിസ്റ്റും ഉണ്ടായിരുന്നു. ദെൻ സെക്കൻഡ്, കീറൻ മോറിസൺ, അനദർ പ്ലെയർ ഹു ഇംപ്രസ്ഡ് യെസ്റ്റർഡേ. ഇതാണ് ഒരു ഓവറോൾ പരിപാടി. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സിസ്റ്റം വൈസ്? സോ ഇന്നലത്തെ വീഡിയോ നാളെ വരും. പക്ഷെ അതിൽ പറഞ്ഞൊരു സാധനമാണ്, ബോള് കിട്ടിയാൽ അല്ലെങ്കിൽ പ്രസ്സിംഗ് ഉണ്ടല്ലോ, അത് തുടക്കത്തിൽ ഒരു 4-4-2 വന്നിട്ട് അതൊരു ബ്ലോക്ക്, അത് കഴിഞ്ഞ് പിന്നെ ബോള് ഗോൾ കീപ്പറെ കാല് വിട്ടാൽ പിന്നെ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് പോലെയാണ്. സോണൽ ഒഴിവാക്കിയിട്ട് മാൻ ടു മാൻ മാർക്കിംഗ് ആവും. ബോള് കിട്ടുമ്പോ തന്നെ പിന്നെ എന്താ പറയാ, ബോൾ പൊസഷൻ വിൻ ചെയ്തിട്ട് ബാക്കോട്ടേക്ക് പാസ് ചെയ്യുന്നു, സൈഡിലേക്ക് പാസ് ചെയ്യുന്നു. ആ സേഫ് എല്ലാ ടീമും ചെയ്യുന്നതല്ലേ. ഇപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ബോൾ കിട്ടി, ഇനി കുറച്ചു നേരം നമുക്ക് സേഫ് ആവാം, എന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ആ ഒരു സ്റ്റൈല് നമ്മൾ കണ്ടു വളർന്നതാണ്. അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ആദ്യത്തെ ഗോളായാലും ബേസിക്കലി സൊബോസ്ലൈന്റെ ഗോളല്ലാത്ത ഒരു ഇതെല്ലാം മിഡ്ഫീൽഡിന് ഡിഫൻഡർ എടുത്ത് മിഡ്ഫീൽഡ് നമ്പർ 10 9 ആ ത്രൂ ദ മിഡിൽ പെട്ടെന്ന് പോയിട്ടാണ് ഗോൾ വരുന്നുള്ളത്. സോ ആ ഒരു വേർട്ടിക്കൽ ഇന്റൻസിറ്റി ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ കണ്ടതിൽ പുതിയതായിട്ട് തോന്നിയിട്ടില്ല. പ്രസ്സിംഗ് പിന്നെ നമ്മള് സ്ലോട്ടിന്റെ അണ്ടറിൽ അധികം കണ്ടിട്ടില്ലെങ്കിലും ക്ലോപ്പിന്റെ അണ്ടറിൽ നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പരിചയമില്ലാത്തതായിട്ട് എനിക്ക് തോന്നിയത് ഈ വേർട്ടിക്കൽ പാസിംഗ് ആണ്. ക്ലോപ്പിന്റെ അണ്ടറിലായാലും ഈ വാൻഡൈക്ക് ടു സല എന്നുള്ള ഡയഗണൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാൻഡൈക്ക് ടു മാനെ എന്നുള്ള ആ ഡയഗണൽ, അല്ലെങ്കിൽ ട്രെൻഡ് റോബോ കംപ്ലീറ്റ്ലി അങ്ങനെ ഡയഗണൽ പോകുന്നതാണ്. അതിന് പകരം ഇന്നലത്തെ ഗോള് നിയോനിക്ക് കിട്ടുന്നു, നിയോനി സൊബോസ്ലൈ കൊടുക്കുന്നു, സൊബോസ്ലൈ ലൂയിസ് കോമാസിന് കൊടുത്ത് ഗോളാകുന്നതും ലാസ്റ്റത്തെ ഗോൾ അല്ലെ ആദ്യത്തെ ഗോളാണെന്നുണ്ടെങ്കിലും എലിയറ്റ് മോറിസൺ അടിച്ച ഗോള് എലിയറ്റിന്റെ കാലിൽ വന്ന് എലിയറ്റിന് വന്നതും ആയിരുന്നു അത് ജോൺസ് അല്ല റിയോയിലാണ്. ബേസിക്കലി റിയോ നടുവിലേക്ക് വന്നിട്ട് റിയോ എലിയറ്റ് കൊടുക്കുന്ന ആ ഒരു സെന്റർ ലൈനിൽ ഇങ്ങനെ പോകുന്നു.
സോ അത് ഇറ്റ്സ് ഗുഡ് ടു സീ. നമ്മൾ ബോൺമൗത്തിൽ അത് കണ്ടിരുന്നു, ബട്ട് അത് ഇവിടെയും വരുന്നുണ്ട്. സമയമെടുക്കും, കാരണം അത് ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കുറെ ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനാണല്ലോ പ്രീ സീസൺ. അതെ, എന്താണ് കാണാൻ രസമുണ്ട്. ഇത് ഫസ്റ്റ് മാച്ച് എന്നുള്ള രീതിയിൽ, പ്രീ സീസണിലെ ഫസ്റ്റ് മാച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റൈല് അപ്രോച്ചിന്റെ ഒരു സൂചന അതിലുണ്ടായിരുന്നു എന്തായാലും. അപ്പൊ റയോള അത് കഴിഞ്ഞപ്പോ പറഞ്ഞത് അതാണ്, ഇന്റൻസിറ്റി വിചാരിച്ചത്ര ഉണ്ടായില്ല, പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആണ്, ഫസ്റ്റ് മാച്ചാണ്. പക്ഷെ ഇനിയും അടുത്ത മാച്ചൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ഇന്റൻസിറ്റി കാണാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നൊരു പ്രധാനപ്പെട്ട വേറെ കാര്യം തോന്നിയത് ഈ വേർട്ടിക്കൽ സെൻട്രൽ കൂടെയുള്ള വേർട്ടിക്കൽ പാസസ് പറഞ്ഞു. ഇപ്പൊ അത് മാത്രല്ല, ഈ പിച്ചിന്റെ വിഡ്ത്ത് പരമാവധി യൂസ് ചെയ്യുന്നതും കണ്ടു. അതായത് ഫുൾ ബാക്സ്, നമ്മൾ കഴിഞ്ഞ സ്ലോട്ടിന്റെ കീഴില് കർക്കസ് ഇങ്ങനെ വന്ന് ക്രോസ് അറ്റംപ്റ്റ് ചെയ്യുന്ന അത്ര അധികം കാണാറില്ല. കഴിഞ്ഞ മാച്ചില് കുറെ ക്രോസുകൾ അറ്റംപ്റ്റ് ചെയ്തു, ഹൈ ക്രോസുകളും മാത്രമല്ല ലോ ക്രോസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ ബോക്സിലേക്ക് ഓടി വന്ന് അവിടുന്ന് ചെറിയ പാസുകൾ ഇടുക പിച്ചിന്റെ ഉള്ളിലേക്ക്, അങ്ങനെ കണ്ടു. പിന്നെ ഈ ക്ലോപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനം കണ്ടിരുന്നു, ഫുൾ ബാക്ക് ടു ഫുൾ ബാക്ക്, ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ഫുൾ ബാക്ക് വന്ന്, അത് കർക്കസ് അതായത് ഫ്രിംപോങ് വന്നിട്ടാണ് ക്രോസ് ചെയ്തത് മറ്റേ അപ്പോഴേക്കും നിയർ പോസ്റ്റ് ഫാർ പോസ്റ്റിൽ അവിടെ കർക്കസ് ചാടി വന്ന് ഹെഡ് ചെയ്യാൻ നോക്കി അത് വീഴുന്ന ഒരു സാധനമൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതൊന്നും സ്ലോട്ടിന്റെ ഇതിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. അത് ഇതില് കണ്ടു. ഇതൊക്കെ ട്രെയിനിങ്ങിൽ വന്ന് അതില് കണ്ട് വന്നുള്ള സാധനങ്ങളാണ് ട്രെയിനിങ്ങിന്. അത് അപ്പോ ഫ്രിംപോങ് ആയാലും കർക്കസ് ആയാലും ആ ബാക്ക് പൊസിഷനിൽ നിന്ന് ഫ്രണ്ട് വരെ പോകുന്ന, ആ വിഡ്ത്ത് കീപ്പ് ചെയ്ത് തന്നെ പോകുന്ന ഒരു സാധനം ക്ലിയർ ആയിട്ട് കാണായിരുന്നു. അത് ഫ്രിംപോങ് അത് ചെയ്യാൻ പറ്റിയില്ല. ഫ്രിംപോങ് ചെറിയ എറർ വന്നു, അത് സ്ലിപ്പ് ചെയ്ത് വന്നിട്ട് അതിൽ നിന്നൊരു ഗോൾ വന്നു. പക്ഷെ ഇന്റൻഷൻ എന്താണെന്ന് ക്ലിയർ ആണ്, ഫുൾ ബാക്ക് ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് ഇതിൽ നിന്ന് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഫുൾ ബാക്സും കളിക്കേണ്ട രീതി ഇതിൽ ക്ലിയർ ആയിട്ട് വന്നു. മറ്റേത് നമ്മൾ കാണാറുണ്ട്, സ്ലോട്ടിന്റെ അവിടെ ആകുമ്പോൾ കർക്കസ് ചിലപ്പോ അവിടെ മരത്തും വൈഡ് പൊസിഷൻ എത്തും, അപ്പോഴേക്കും ബാക്കിലേക്ക് പാസ് ചെയ്ത് പിന്നെ ബാക്കിലേക്ക് വരണു, ആ പന്ത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപാട് കാണുന്നുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യാസം വന്നു. അവിടുന്ന് വിട്ട് തന്നെ കീപ്പ് ചെയ്ത് അവിടെ ചിലപ്പോ ആ വിങ്ങിൽ കളിക്കുന്ന പ്ലെയർ അങ്ങോട്ട് ഓടിയുന്നുണ്ടാവും. അപ്പൊ ആൾക്കുള്ളൊരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങള് അങ്ങനെ കുറെ കാണാനുണ്ടായിരുന്നു. അപ്പോ മിഡ്ഫീൽഡ് പൊസിഷനിലും സ്ട്രൈക്കർ പൊസിഷനിലും മാത്രമല്ല ഫുൾ ബാക്ക് പൊസിഷനിലും ഈ ഒരു മാറ്റം എവിടെയാണ്. ഇനിയുള്ള ഫ്രണ്ട്ലീസ് ഒക്കെ ആവുമ്പോഴേക്കും അത് കുറേം കൂടിയൊക്കെ വ്യത്യാസം വരും ആ സ്റ്റൈല്. ഇതാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോ വന്നു. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ, പ്ലെയർ വൈസ് പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ, മോറിസൺ വാസ് റിയലി ഗുഡ്. നമുക്ക് ഷോർട്ട് ആയ ഒരു പൊസിഷനാണ് റൈറ്റ് വിങ്. അവിടെ ഒരു ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ ഉള്ള കെൽപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. Then Harvey Elliott, as I said earlier, Rio could have done better. I think I was not that impressed by Rio. McConnell was excellent. Curtis was excellent. McConnell mistakes and okay, pre-season first goal, yeah. Overall it was impressive. പക്ഷേ നമുക്ക് ഉള്ള പ്രശ്നം ഈ മാച്ചിൽ നമ്മൾ ആദ്യമേ കണ്ടു, 10-ാം മിനിറ്റിൽ ഗോമേസിന് വരുന്ന ഇഞ്ചുറി, മാച്ചിന് മുമ്പ് ജെറമി യാക്കിക്ക് വന്ന ഇഞ്ചുറി. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പ്രശ്നം തോന്നിയത്. പിന്നെ ഫ്രിംപോങ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ഫ്രിംപോങ് ഡസൻ ലുക്ക് സെറ്റിൽഡ്. എന്തോ ഒരു പുള്ളിക്ക് ആ പൊസിഷനിൽ ഒരു പ്രശ്നമുണ്ട്. Overall, yeah, our first pre-season game 4-2 result doesn't matter, but that we scored 4 goals was impressive to see. എന്താണ് ഓബിന് തോന്നുന്നത്, ലൈക്ക് based on what we have seen, who will be playing midfield for us? മെക്കാലിസ്റ്റർ സൊബോസ്ലൈ ആണെന്ന് തോന്നുന്നു, അല്ലേ? Again, it's too early to tell that. കാരണം ഇവരാരും എത്തിയിട്ടില്ല. സോബോസ്ലൈ ആയാലും മെക്കാലിസ്റ്റർ ആയാലും. മെക്കാലിസ്റ്റർ എനിവേസ് ഫസ്റ്റത്തെ 2-3 കളി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ബെഞ്ചിൽ ഉണ്ടാവും. സ്ലോ ആയിട്ട് വരും. കാരണം വേൾഡ് കപ്പ് ജയിച്ചല്ല, വേൾഡ് കപ്പ് ഫൈനൽ വരെ കളിച്ചിട്ട് വരുന്നതാണ്. മുനിയോസ് ആയാലും വേൾഡ് കപ്പ് ജയിച്ചു വരുന്നതുകൊണ്ട് സമയമെടുക്കും. സോ അവർ രണ്ടാളും തൽക്കാലത്തേക്ക് ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനം വരെ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരിലാണെങ്കിൽ തന്നെ വേൾഡ് കപ്പ് കളിച്ചവരാരും ഇതുവരെ എത്തിയിട്ടില്ല. സോ ഷുവർ ഷോട്ട് ഫസ്റ്റ് ടീമിൽ ആരാ ഉണ്ടാവുക എന്നുള്ളത് സ്റ്റിൽ എ ഡൗട്ട്. ദാറ്റ് ബീയിങ് സെഡ്, എനിക്ക് ഇന്നലെ ഇത് എനിക്ക് കണ്ടപ്പോ തോന്നിയതാണ്,
ഇന്നലെ ഫസ്റ്റ് ഹാഫ് കളിച്ചത് എല്ലാവരും നമ്മളെ സെക്കൻഡ് ടീം ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ആണ്. അതായത് ഇന്നലെ സെക്കൻഡ് ഹാഫ് കളിച്ചവരായിരിക്കും they would be starting the season probably. അവിടെയാണ് ഇനിയിപ്പം ഇത് എങ്ങനെയെന്നുള്ളത്. റിയോ സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്, എലിയറ്റ് സ്റ്റാർട്ടഡ്, ജോൺ സ്റ്റാർട്ടഡ്. ഓൺ പേപ്പർ ആക്ച്വലി അതായിരുന്നു നമ്മളുടെ മോർ ഫിറ്റർ ടീം. കാരണം സൊബോസ്ലായാലും എല്ലാവരും വന്നത് ലേറ്റർ ദാൻ ദീസ് പീപ്പിൾ. കിഡ്സ് ആണ് ആദ്യം വന്നത്, എലിയറ്റ് ആദ്യം വന്നിട്ട് നമ്മൾ പല സമയത്ത് കേട്ടിട്ടുണ്ട്. പിന്നെയാണ് സീനിയർ പ്ലേയേഴ്സ് വരുന്നത്. എന്നിട്ട് പോലും സെക്കൻഡ് ഹാഫ് വാസ് ബെറ്റർ ദാൻ ഫസ്റ്റ് ഹാഫ്. Second half was better than first half because Sunderland also played their second team in the second half. അവർ സ്വിച്ച് ആയിരുന്നു. ഫസ്റ്റ് ടീം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, സെക്കൻഡ് ടീമാണ് സെക്കൻഡ് ഹാഫ് കളിച്ചത്. ബട്ട് എന്താ പറയാ, ഗോൾ എന്നുള്ളതല്ല, ദ വേ ദേ പെർഫോംഡ്. I like Robin ആക്ച്വലി. കാരണം സുദീപ് നോക്കിക്കഴിഞ്ഞാല് റിയോ ഒരു സ്റ്റാർട്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇഫ് ഗാക്പോ ഇസ് നോട്ട് ഗോയിങ്, ഗാക്പോ ഇസ് ദ സ്റ്റാർട്ടർ. റിയോനെ ഒറ്റടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നില്ല. സോ ലെഫ്റ്റ് വിംഗിൽ റിയോ, സെൻട്രൽ നമ്പർ 9 ഇസാക്ക്, ഒബ്വിയസ്ലി വേർഡ്സ് എലിയറ്റ് കളിച്ച സ്ഥലത്ത്. റൈറ്റ് വിംഗില് പുതിയ പ്ലെയർ ആയിരിക്കും വരുന്നത്. കർട്ടിസ് ജോൺസിന് പകരം സൊബോസ്ലൈ, അല്ല മെക്കാലിസ്റ്റർ, മെക്കോണലിന് പകരം സൊബോസ്ലൈ സെക്കൻഡ് ഹാഫ് സെയിം പൊസിഷൻ. ദെൻ സിമിക്കാസിന് പകരം കെർക്കെ സെക്കൻഡ് ഹാഫ് കളിച്ചു. വാൻഡൈക്ക്, ജെറമി യാക്കെ, ഫ്രിംപോങ്. അവിടെയാണ് ഈ ഫ്രിംപോങ് ഓർ റാംസി, അവിടെയാണ് ശരിക്കും അതൊന്ന് പറയണം. കാരണം റാംസിയുടെ പെർഫോമൻസ് വാസ് ക്വൈറ്റ് ഗുഡ് യെസ്റ്റർഡേ. നമുക്ക് റാംസി ഒരു പോസിറ്റീവ് പെർഫോമൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സീസൺ. ഐ എം നോട്ട് സീയിങ് ഇറ്റ്സ് ഗോണ ബി എ സ്റ്റാർട്ടർ റൈറ്റ് ബാക്ക്, പക്ഷെ നമുക്ക് ഒരു ബാക്കപ്പ് റൈറ്റ് ബാക്ക് ആയിട്ട് വെക്കാൻ പറ്റിയാൽ ഡിഫറെന്റ് ഡയമെൻഷൻ ഓഫ് റൈറ്റ് ബാക്ക് എന്ന് പറയാം. ബാക്കപ്പ് എന്നുള്ളതല്ല. കാരണം വെൻ യു വാണ്ട് പേസ് ഫ്രിംപോങ് കളിക്കും. ബട്ട് വെൻ യു വാണ്ട് സംതിങ് ലൈക്ക് ഒരു കമ്പോഷർ, അല്ലെങ്കിൽ ഒരു വേറെ ആംഗിൾ ഓഫ് കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടുള്ളതാണെങ്കിലും ഡിഫെൻസീവ് പ്ലെയർ ഹു ക്യാൻ അറ്റാക്ക് എന്ന രീതിയിലാണ് റാംസി കളിക്കാൻ ചാൻസ്. കാരണം റാംസി ഓൺ ദ ബോൾ നല്ലതാണ്. ഫ്രിംപോങ് ഓഫ് ദ ബോൾ പേസ് ആണ് കൂടുതൽ. ഇന്നലെ ഈ മെക്കോണൽ കളിച്ച സ്ഥലത്ത് ഗ്രാവൻബർച്ച് വന്നാൽ ആൻഡ് വിൽ റൈറ്റിന് അവിടെ എക്കിട്ടിക്ക് വന്നാൽ ശരിക്കും സെക്കൻഡ് ടീമായി. അതെ, പ്രോബബ്ലി ഇണ്ടായിക്ക് പകരം മറ്റേ ഇവൻ ജോ ഗോമസ് ആന്റോണി. വെരി ഗുഡ് ഒബ്സർവേഷൻ. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല ആക്ച്വലി. വെരി ഗുഡ്. എന്താണ് സുദീപ് തോന്നുന്നത്? ഈ എന്തായാലും ഇവര് കുറച്ചുപേര് എത്തി. വേർഡ്സ്, ഗ്രാവൻബർച്ച് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇസാക്കും എത്തി അല്ലെ? ഇസാക്കും 3 പേരാണ് ഇപ്പോ എത്തിയിട്ടുള്ളത്. ഷിക്കാഗോയിൽ അവര് അടുത്ത മാച്ചിന്റെ ട്രെയിനിങ് തുടങ്ങും. അപ്പൊ ഇന്നലെ എനിക്ക് ന്യോനി കളിച്ച പൊസിഷൻ കണ്ടപ്പോ ഞാൻ ആക്ച്വലി ഡബിൾ പിവട്ടില് മറ്റ് അപ്പുറത്തെ സൈഡില് ബോക്സിലേക്കും കൂടി വരുന്ന പ്ലെയർ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് ന്യോനി കളിക്കുന്ന പൊസിഷൻ. പക്ഷെ അങ്ങനെയല്ല, ന്യോനിയാണ് നമ്പർ 6 എന്നുള്ള റോള് കളിച്ചത്. എനിക്ക് തോന്നുന്നത് ന്യോനി ആൻഡ് ഗ്രാവൻബർച്ച് ഈ 2 പ്ലേയേഴ്സിനെ ആയിരിക്കും അവിടെ റയോള ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കാരണം അല്ല, അതെ, ഞാൻ അതിന്റെ പറയാനുള്ള കാര്യം, കാരണം ഗ്രാവൻബർച്ചിന് ഈ ബോക്സിലേക്ക് വന്നിട്ട് ചെയ്യാവുന്ന പണിയൊന്നും പറ്റില്ല. കാരണം അതാ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാ. പ്രോഗ്രസീവ് പാസസിന്റെ അത് ഭയങ്കര കുറവാണ്. പക്ഷെ അത് കോച്ച് ചെയ്ത് എടുക്കണേ, ആ ഡിഫൻസിന്റെ ഒരു സാധനവും കോച്ച് ചെയ്ത് മറ്റു കാര്യങ്ങളും എടുക്കേണ്ടി വരും. പക്ഷെ ന്യോനി നമ്മള് ബുവാദിയായിട്ടുള്ള ലിങ്കുകളൊക്കെ കുറെ കണ്ടിരുന്നു. ബുവാദിയെ കുറിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ ശരിക്ക് ബുവാദി നമ്മൾ കാണുന്ന കുറെ സാധനങ്ങൾ ന്യോനി ഇന്നലെ അവിടെ കാണിച്ചു. ബുവാദിയുടെ കളി കാണുന്ന പോലെയൊക്കെ തോന്നി ന്യോനിയുടെ കളി കണ്ടപ്പോ. അപ്പൊ ശരിക്കും അവിടെ ആ പൊസിഷനിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു ലോങ് ടേം ഒരു സാധനം ന്യോനിയിൽ അവിടെ ഉണ്ട് എന്നുള്ളത്. ന്യോനി കാരണം നമുക്ക് മിഡ്ഫീൽഡിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ന്യോനി അവിടെ ലോങ് ടേമുള്ള പ്ലെയർ എന്നുള്ള രീതിയിൽ റയോള ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ലോങ് ടേം എന്നുള്ള രീതിയിൽ ഒരു നമ്പർ 6നെ മേടിക്കില്ല. തൽക്കാലം ഇപ്പൊ നമുക്കുള്ള ഒരു പ്ലെയർ ഇപ്പോ റാൻ വെച്ചാണെങ്കിൽ ആളെ അത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനും അതിന് 5 വയസ്സ് പ്രായം കുറഞ്ഞ ഒരാൾ ബാക്കപ്പ് ആയിട്ട് ഇരിക്കുന്നത് ഐഡിയലാണ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പുറത്തെ സൈഡില്
മറ്റേ അവിടെ സൊബോസ്ലായി അവിടെ കളിച്ചു, ബോക്സിലേക്ക് വരുന്ന കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനും പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന പൊസിഷനായിരുന്നു. സൊബോസ്ലായി അവിടെ കളിച്ചു. അപ്പൊ അവിടെ ഇനി മെക്കലിസ്റ്റർ ആവാം, കേർട്ടിസ് ജോൺസ് ആവാം. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും ആ സ്ഥലത്ത്. ഇപ്പുറത്തെ സൈഡിലും മക്കോണലുണ്ട് പകരം. അപ്പൊ 3 പ്ലേയേഴ്സ് ഇവിടെയും 3 പ്ലേയേഴ്സ് അവിടെയും ആയി, 2 പിവോട്ട് പൊസിഷൻസിനുള്ളത്. അതെ, ഈ 2 പൊസിഷൻ. സുദീപിന്റെ പോയിന്റ് ആണ് ഞാൻ എടുത്ത് പറയുന്നത്. അതായത് ശരിക്കും നോണി പെർഫെക്റ്റ് ആണ് ടു കം ടു ദ സ്ക്വാഡ്. ബട്ട് അങ്ങനെയെങ്കിൽ നമുക്ക് കേർട്ടിസ് ജോൺസിന്റെ ആവശ്യമില്ല. ദർ ഇസ് നോ പോയിന്റ് കീപ്പിംഗ് അക്കാഡമി പ്ലെയർ ഹു ഇസ് നോട്ട് ഗോയിങ് ടു സ്റ്റാർട്ട് at 25. അതാണ് ഈ കോൺട്രാക്ട് സ്റ്റോളിങ്ങിന് കാരണം തോന്നുന്നു അല്ലേ? കാരണം ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വാഡ് പ്ലെയർ ഹൂസ് അപ്കമിങ് ഹു വിൽ പ്രോബബ്ലി ബിക്കം എ ഫസ്റ്റ് ടീമർ. ആ പ്രോബബ്ലി ബിക്കം എ ഫസ്റ്റ് ടീമർ എലിമെന്റ് കേർട്ടിസിന്റെ കരിയറിന് പോയി. കാരണം ആ ഏജ് കഴിഞ്ഞു. ഈ ഷുഡ് ഹാവ് ബീൻ എ ഫസ്റ്റ് ടീമർ ബൈ നൗ. ഇപ്പൊ ട്രെൻഡ് ആണെങ്കിലും ആരാണെങ്കിലും ആ ഒരു 23, 22, 23 ആവുമ്പോഴേക്കും അവർ ഫസ്റ്റ് ടീമേഴ്സ് ആയി. ഇനിയും ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് തുടരാൻ കേർട്ടിസിന് താല്പര്യം ഉണ്ടാവില്ല, ക്ലബിനും താല്പര്യം ഉണ്ടാവില്ല. കാരണം പുതിയ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്തായാലും സാലറി കൂട്ടി കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ഇപ്പോഴും സെല് ചെയ്യാണ്ട് വെക്കുന്നത്. ഒന്ന്, പ്രൈസ് കൂടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. കാരണം ഇന്റർ മിലാൻ ഉണ്ട് ഇപ്പോഴും പറയുന്നുണ്ട്. ഇന്റർ മിലാൻ കണ്ടമാനം എന്താ പറയുക പ്രീമിയർ ലീഗിൽ വന്നിട്ട് വാങ്ങാൻ നോക്കുന്നുണ്ട്. സ്പെൻസിനെ നോക്കുന്നുണ്ട്, സ്റ്റോൺസ്, സ്പെൻസ്, ജോൺസ്, പിന്നെ ഇപ്പം റൊമേറോ, അവർ കാര്യമായിട്ട് കൊണ്ട് വരുന്നുണ്ട് എന്തായാലും. സോ അത് കുറച്ചും കൂടി ലേറ്റ് ആക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അലക്സിസ് മെക്കാലിസ്റ്ററിന്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് കൺഫേം ആയിട്ട് വെക്കാന്നുള്ളതായിരിക്കും. 2 മിഡ്ഫീൽഡർ ഒരുമിച്ച് പോകുന്നതിലും നല്ലത് ഒരു മിഡ്ഫീൽഡർ പോയിട്ട് അത് നിയോണി വെച്ചിട്ട് ബാക്കപ്പ് ആക്കി ഉപയോഗിക്കാം. ബിക്കോസ് യു ഹാവ് യുവർ സൊബോസ്ലൈ ഹു ക്യാൻ പ്ലേ ദർ. ആ ഒരു ഇതിന് വെയിറ്റിംഗ് ആയിരിക്കും. ആരാണ് ആദ്യം ഫ്ലിങ് ചെയ്യുന്നത്, ഐദർ ഇറ്റ്സ് മെക്കാലിസ്റ്റർ ഓർ ജോൺസ്. 2 ഏതെങ്കിലും ഒരാൾ ഈ സീസണിൽ പോകാൻ ചാൻസ് ഉണ്ട്. അവരുടെ റോളിലേക്ക് നിയോണി കയറും, മെക്കോണലിനെയും അവസാനം വരെ വെക്കുമായിരിക്കും, എന്നിട്ട് ലോണിൽ പറഞ്ഞേക്കും. ഇൻ കേസ് ഇഫ് 2ഉം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് മെക്കാലിസ്റ്ററും പോകുന്നില്ല, ജോൺസും പോകുന്നില്ല, നിയോണി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ മെക്കോണലിനോട് പറയും ഓക്കെ ലോണിൽ പോയിക്കോ എന്നുള്ളത്. എനിക്കിപ്പോഴും തോന്നുന്നത് ജോൺസ് പോവും, മെക്കാലിസ്റ്റർ നിൽക്കും, മെക്കോണലും ന്യൂണിയും നിൽക്കും. ഐ തിങ്ക് ഇറയോള ഇവരെ കളിപ്പിക്കും തോന്നിയിരിക്കും. മോറിസൺ ഓൾസോ പ്ലേയിങ്. കിയസ ഡെഫിനറ്റ്ലി ഈസ് ഗോണ പ്ലേ ദിസ് സീസൺ. അത് ഉറപ്പിച്ചു. കിയസയുടെ കളിയിലും കിയസയുടെ ഭാവത്തിലും ആ ഒരു സാധനം കാണാനുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റിയോ മേ നോട്ട് ഗെറ്റ് എ ഫ്രീ റോൾ അല്ലെങ്കിൽ ഫ്രീ സ്റ്റാർട്ട്സ് അറ്റ് ദി ലെഫ്റ്റ്. ഗാക്പോ ആൻഡ് വിക്ടർ മ്യൂനോസ് വരാനുണ്ട്. അപ്പൊ വിക്ടർ മ്യൂനോസ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും എവിടെയും കളിക്കാം. ദ സ്ക്വാഡ് ലുക്സ് ഹെൽതി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ബട്ട് വി നീഡ് എ റൈറ്റ് വിങ്ങർ. ആ സ്പേസ് ഒരു ബ്ലാക്ക് ഹോൾ പോലെ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്ന്. ആൻഡ് വി നീഡ്, ഓബിൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ഇപ്പം ആസ്നൽ ചെയ്യുന്ന പോലെ ക്വാളിറ്റി ഫസ്റ്റ് ടീമർ center back who can cover both right back and center back needs to be there. അതാണ് മേജർ ഇത് വരുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ മിഡ്ഫീൽഡ് ഡിപ്പാച്ചേഴ്സ്, ഒരു മിഡ്ഫീൽഡർ വന്നാൽ എൻഡോ വരാനുണ്ട്. എൻഡോ ക്യാൻ ഈസിലി പ്ലേ ദ റോൾ യെസ്റ്റർഡേ നിയോണി പ്ലേഡ്. സോ നമ്മള് ഇപ്പം ലിവർപൂൾ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് ട്രാൻസ്ഫർ വേണ്ട എന്നല്ല പറയുന്നത്. വി ആർ ട്രൈങ് ടു ലുക്ക് അറ്റ് ദ സ്ക്വാഡ് ഫ്രം ഇറയോളാസ് ഐസ് ആൻഡ് നോട്ട് സ്ലോട്ട്സ് ഐസ്. കാരണം സ്ലോട്ട് എൻഡോനെ കണ്ടിട്ടില്ല, കിയേസിനെ കണ്ടിട്ടില്ല, റിയോനെ അവസാനാണ് കണ്ടത്. ഹി നെവർ സോ കാൽവിൻ റാംസി. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാൽവിൻ റാംസിനെ കളിപ്പിക്കാനാണ് നല്ലത്, ഞാൻ മിഡ്ഫീൽഡ് വേറെ ആരെയും കളിപ്പിക്കും, മിഡ്ഫീൽഡറിനെ കളിപ്പിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാർവി എലിയറ്റ് വാസ് നോട്ട് ദർ ലാസ്റ്റ് സീസൺ, സോ ഹി ഈസ് ദർ. സോ ഒരു 16 man ഒരു 18 man സ്ക്വാഡ് അല്ലേ പ്രീമിയർ ലീഗിന് വരിക. അപ്പൊ 18 man സ്ക്വാഡിൽ കാട്ടും അധികം പ്ലെയേഴ്സ് ഇപ്പൊ ഉണ്ട് ക്വാണ്ടിറ്റി വൈസ്. സോ ബട്ട് ക്വാളിറ്റി ഡൗട്ട്ഫുൾ ആണ്. കാരണം വി നീഡ് സല, കൊണാട്ടെ, ഡിയാസ് പോയതിന് റിപ്ലേസ്മെന്റ് വന്നിട്ടില്ല ഇതുവരെ. സോ വി നീഡ് ടു ഫിൽ ദോസ് റോൾസ്. നെക്സ്റ്റ് മാച്ച് എന്ന് വരുന്നത് റെക്സ്ഹാമിന്റെ കൂടെയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് 5:30 in the morning. കാണാൻ പറ്റുമോ? പിന്നെ വേറെ കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോ മിഡ്ഫീൽഡിന്റെ പറഞ്ഞു, ഡിഫൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഡിഫൻസിൽ കളിച്ച 2 പ്ലേയേഴ്സ്
എൻഡുവെറ്റും എന്റെയും രണ്ടുപേരും നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സെന്റർ ബാക്സ് കളിക്കുന്ന ഒരു കാംനെസ് അവരുടെ ഇതിലുണ്ടായിരുന്നു. അത് നമ്മള് കഴിഞ്ഞ സീസണിലൊക്കെ നല്ലോനെ കണ്ടിരുന്നു, നല്ല ഒരു പ്ലെയർ. പക്ഷെ റെഡ് കാർഡുകൾ മേടിക്കുക, ഡിസിഷൻസ് ഒക്കെ റാഷ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു യങ്സ്റ്റർ ആണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷെ ഇത് അങ്ങനെയായിരുന്നില്ല. രണ്ടുപേരും വളരെ വളരെ കമ്പോസ്റ്റ് ചെയ്ത്, വളരെ പാസിംഗ് ആയാലും അത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്തായാലും അവര് വളരെ കാമായിരുന്നു. എന്നാ ഈ ഇടയ്ക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന പാസുകള് എൻഡുകെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ആ രണ്ട് പൊസിഷനില് അവര് ഒരു ലോങ് ടേം ഫ്യൂച്ചർ അവിടെ ഉണ്ടെന്നുള്ള അവര് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യാക്വെ, ലിയോണി, പിന്നെ ഉള്ളത് നമുക്ക് സീനിയർ ആയിട്ടുള്ള ഗോമസും വാൻഡൈക്ക് 35 ആയി. അപ്പോ അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ അവിടെ ഒരു സെന്റർ ബാക്കിനെ മേടിച്ചു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും അറിയില്ല, രണ്ടുപേരും 18 years ഓൾഡ് ആ ഒരു റേഞ്ച് ആണ് പ്രായം വരുന്നത്. ഇനിയും സമയമുണ്ട്, അവര് ഫസ്റ്റ് ടീമേഴ്സ് ആയിട്ടില്ല. പക്ഷെ ലോങ് ടേം അവർക്കൊരു ഇതുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഫ്രണ്ടിലെ പൊസിഷൻ. അത് നമുക്കറിയാം, ടിക്കറ്റ് കുറെ സമയത്തേക്കില്ല, ജനുവരി വരെ എന്തായാലും ഉണ്ടാവില്ല. അപ്പോ അവിടെ കോമേഴ്സ് അവിടെ വന്നിട്ട് കളിച്ച കളി കറക്റ്റ് ഒരു പ്രസ് ചെയ്യുന്ന ഒരു നമ്പർ, ഫോൾസ് 9 എന്നുള്ള ഒരു സാധനം ഉണ്ട്. ഡാൻസ് വരാനിരിക്കുന്നുണ്ട്, ഇഞ്ചുറി പ്രശ്നങ്ങളാണ്. പക്ഷെ കോമേഴ്സ് ഓൾറെഡി ഈ പ്രീ സീസണിൽ ഇംപ്രസ് ചെയ്യുകയാണെങ്കിൽ കോമേഴ്സ് ഒറ്റയടിക്ക് ഇപ്പൊ ലോണിൽ പോവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അടുത്ത ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ വരെ ചിലപ്പോ സ്ക്വാഡിന്റെ ഭാഗമായിട്ട് നിർത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇസാക്കിന് 90 minutes എല്ലാ കളിയും കളിപ്പിക്കാൻ പറ്റില്ല. നമ്മള് ലീഡൊക്കെ എടുക്കുന്ന മാച്ച് ഉണ്ടെങ്കിൽ സ്ലോട്ടിന്റെ പോലെ ആവില്ല. ഇറയോള ചിലപ്പോ ഇസാക്കിനെ സബ് ചെയ്ത് ഈ യങ് പ്ലേയേഴ്സിനെ, കോമേഴ്സിനെ ഒക്കെ ചിലപ്പോ കൊണ്ടുവന്ന മിനിറ്റ്സ് കൊടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതെ, കപ്പ് ഗെയിംസിന് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ഞാൻ കോമേഴ്സ് അങ്ങനെ കുറെ പ്രായമായി ഓൾറെഡി, അങ്ങനെ യങ് ടീനേജർ എന്നൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു, കാരണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന, കാരണം എക്വിറ്റിക്ക് ഓൾറെഡി വരാനുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. കോമേഴ്സ് 21 ആവുന്നുള്ളൂ. ഐ മീൻ ഈ നമ്മളെ സീസൺ തുടങ്ങും 21 ആവുന്നുള്ളൂ. അത് ടീനേജർ അല്ലാന്ന് ഞാൻ പറഞ്ഞേ, ടീനേജർ അല്ല, 20s ആയല്ലോ. ടീനേജർ അല്ലാതെ വളരെ യങ് പ്ലെയർ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ടും അവിടെ ഫുൾ പ്ലേയിങ് ടൈം ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുള്ള പ്ലെയറാണ്. പക്ഷെ കളിക്കുമ്പോൾ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയർക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ വെക്കാം. എക്വിറ്റിക്ക് വരാണ്ട് അവിടെ വെറുതെ വലിയ പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. വിങ്ങർ പൊസിഷനിൽ അറിയില്ല, കിയേസ കുറച്ച് കളിക്കുകയായിരിക്കാം. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി ഇന്നലെ കളിച്ചത് വെച്ചിട്ട് കിയേസ നമ്പർ 10 നമ്പർ 9 ആണ്. കിയേസ വൈഡ് കളിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ കളിച്ചേനെ, റൈറ്റ് വിംഗിൽ കളിച്ചേനെ. ഞാൻ എക്സ്പെക്ട് റൈറ്റ് വിംഗ് കളിക്കുന്നു. അതെ, കാരണം ആരും ഇല്ലാത്ത സമയത്ത് അവിടെ കളിപ്പിച്ചേനെ. പക്ഷെ അത് ഉണ്ടായില്ല. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് സാധ്യത. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടാവണം. അതിന് അടുത്ത മാച്ചിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആരാ റൈറ്റ് വിങ് കളിക്കുക എന്നുള്ളത്. പക്ഷെ ഇവരെന്തായാലും ഇപ്പൊ വന്നിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നും പ്രീ സീസണിൽ വന്നവരൊന്നും കളിക്കില്ല കേട്ടോ. ഈ ഇപ്പൊ കളിച്ച പ്ലേയേഴ്സ് ഒക്കെ തന്നെ യാക്വറ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് അടുത്ത മാച്ചും കളിക്കില്ല, US ലാസ്റ്റ് ഫ്രണ്ട്ലിയിൽ കുറച്ച് മിനിറ്റ്സേ കളിക്കുള്ളൂ. ആൾക്ക് ഇഞ്ചറി ഒന്നുമില്ല. ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചു വന്നത് കാരണം ആള് കുറച്ച് കെയർ ചെയ്തിട്ട് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് റിയോള മാച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞത്. അപ്പോ പക്ഷെ ആള് വെറീഡാണ്. ഈ ഗോമസിന്റെ ഇഞ്ചുറി ശരിക്കും വെറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ. അവിടെ സ്ക്വാഡ് തിന്നാണ് ആ പൊസിഷനിൽ എന്നുള്ള ഒരു പ്രയോഗം ചെയ്തു. അപ്പോ റൈറ്റ് സൈഡിലാണ് പ്രശ്നം, റൈറ്റ് വിങ്, റൈറ്റ് ബാക്ക്. ബാക്കിയുള്ളതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്തത്, ക്വാൻസനെ കൊടുത്തത് കഴിഞ്ഞ സീസൺ. കാരണം ക്വാൻസ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് വിങ് ബാക്കും കവർ ചെയ്യുമായിരുന്നു, സെന്റർ ബാക്കും കവർ ചെയ്യുമായിരുന്നു. ഐ തിങ്ക് റൂമറാണ്, ബട്ട് ഇഫ് ഇലിയ ജബർനി ഈസ് അവൈലബിൾ ഐ തിങ്ക് വിൽ ഗോ ഫോർ ഹിം. കാരണം ഇൻസ്റ്റന്റ്ലി സോൾവ്സ് സെന്റർ ബാക്ക് പ്രോബ്ലം. ഐ തിങ്ക് ലിയോണി ക്യാൻ പ്ലേ റൈറ്റ് ബാക്ക്. പുള്ളി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. read somewhere that he is capable of playing right back. I'm not sure. നോക്കാം. Anyway, റൈറ്റ് ബാക്ക് എന്നുള്ളത് ഇവർ എന്താ പറയാ, ഇയാളെ സംബന്ധിച്ചോളം വൈറ്റൽ പൊസിഷൻ ആണ്. ഇപ്പൊ റാൻഡം ആൾക്കാരെ അല്ലെങ്കിൽ സെന്റർ ബാക്കിനെ അടിച്ച് അവിടെ ഇടാനുള്ള ചാൻസ് കുറവാണ് കമ്പയർഡ് ടു അതർ പീപ്പിൾ.
ഇയാൾക്ക് ഫുൾ ബാക്സ് അപ്പ് ആൻഡ് ഡൗൺ ഓടുന്ന ടൈപ്പ് പ്ലെയർ വേണം. സോ ഐ എക്സ്പെക്ട് മോർ ഓഫ് എ മിഡ്ഫീൽഡർ കമ്മിങ് ടു റൈറ്റ് ബാക്ക് റാദർ ദാൻ സെന്റർ ബാക്ക് ടു റൈറ്റ് ബാക്ക്. ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. So Leone played on the right side of a midfield back three. So yeah, അതാണ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ലെഫ്റ്റ് ബാക്ക് അഡ്വാൻസ് ചെയ്യുന്ന പോലെ റൈറ്റ് ബാക്ക് അഡ്വാൻസ് ചെയ്യുന്നില്ല. അത് ഡൗൺ ടു പേഴ്സണൽ ആണോ? കാരണം ഫ്രിംപോങ് ആണെങ്കിലും അധികം കയറി പോയിട്ടില്ല എന്നല്ലേ. ഫ്രിംപോങ്ങിന്റെ ഒരു ക്ലച്ച് കിട്ടായ്മ ഉണ്ട്. എക്സ്പെഷ്യലി ആ മിസ്റ്റേക്കും കൂടി ആയപ്പോഴേക്കും സ്ലിപ്പ് ആയതാണ്. അപ്പൊ എല്ലാം കൂടി ഒരു ഡൗൺ ആണ്. വേൾഡ് കപ്പിന് പോയിട്ടില്ല, കഴിഞ്ഞ സീസണും മോശമായിരുന്നു. അതെല്ലാം കൂടി ശരിയാവാനുണ്ട്. റാംസി ആയാലും കേർക്കസ് ഓടുന്ന പോലെ ഓടൂല. റാംസി ഈസ് മോർ ഓഫ് എ ട്രഡീഷണൽ റൈറ്റ് ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ആംഗിളിലാണ് റാദർ ദാൻ എ കേർക്കസ് ടൈപ്പ് പ്ലെയർ. ഫ്രിംപോങ് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലെയാണ് തോന്നി. ഇടയ്ക്ക് ഞാൻ റൈറ്റ് ബാക്ക് ആണ് എന്നുള്ള ഒരു സാധനം ഉള്ളിൽ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നപ്പോ പതുക്കെ ബാക്കിൽ നിൽക്കാൻ നോക്കുക. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിങ്ങർ ആണ് അല്ലെങ്കിൽ വിങ് ബാക്ക് ആണെന്ന് പറഞ്ഞു. അതാണ് ഇടയ്ക്ക് പോയി ക്രോസ് ഒക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു കേർക്കസിന്റെ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് റയോള ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഫുള്ള് വിടുത്ത് ഓടണം, ഫ്രണ്ടിലും ബാക്കിലും പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. വിടുത്ത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി വരുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ലൈന് ചേർന്ന് തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഫുൾ മാച്ച്. അപ്പൊ ബാക്കിലാണെങ്കിലും ലൈൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ വിഡ്ത്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്തായാലും അത് കൊടുത്തത്, അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ സമയം മിനിറ്റ്സ് കളിച്ചു, ഒരു 66 മിനിറ്റ്സിന്റെ അടുത്തൊക്കെ കളിച്ചുല്ലോ. അപ്പൊ അത് കാരണം ചിലപ്പോ മാനേജ് ചെയ്തതായിരിക്കും ഓടുന്നത്. കർക്കസ് 45 മിനിറ്റ്സ് ആ കളിച്ചിട്ടുള്ളൂ. അപ്പൊ അതും അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കാം, ചില പ്ലേയേഴ്സ് കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഓവറോൾ ഐ ഫീൽ ഫ്രം വാട്ട് വി സോ ഫസ്റ്റ് പ്രീ സീസൺ ആണ്. സോ ഫിറ്റ്നസും ആണ് മെയിൻ. ബാക്കി ടാക്ടിക്കൽ പുതിയ മാനേജർ ആയതുകൊണ്ട് നമുക്കൊരു സിസ്റ്റം കാണാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നത്തിങ് ന്യൂ ടു സീ ഇൻ ദ ഗെയിം. ട്രാൻസ്ഫേഴ്സ് ആണ് ശരിക്കും ഇനി, കാരണം സ്ക്വാഡിൽ ഒരു ഇംബാലൻസ് ഉണ്ട്, ബ്ലോട്ടഡ് ആണ് ശരിക്കും. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, കുറച്ച് പേര് പോണം, കുറച്ച് പേര് വരാനുണ്ട്. സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു വാട്ട് ഹാപ്പൻസ് ഇൻ ദ നെക്സ്റ്റ് 4 വീക്സ്. അതോടൊപ്പം തന്നെ വി ഹാവ് ദ നെക്സ്റ്റ് ഗെയിം അല്ലെ, റെക്സാമിന്റെ കൂടെ. എന്നാണ് സുദീപ് അത് മാച്ച് വരുന്നത്? 30th മോർണിംഗ് 5 മണിക്ക്, which means Friday അല്ലേ? Thursday Wednesday night, അതായത് നമ്മുടെ Thursday morning IST 5 AM IST. Yes, for Indian viewers. അപ്പോ എന്തായാലും we will be back to do a review for that. അതിൽ I'm not expecting നമ്മുടെ ഇസാക്കും വേർഡ്സും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രോബബ്ലി 10 minutes or something in the end just to warm up കണ്ടാലായി എന്നേ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് ബൈ ലിവർപൂൾ മൊണാക്കോ ഇൻ August 9th ആവുമ്പോഴായിരിക്കും നമുക്ക് ഏകദേശം എല്ലാവരെയും കാണാൻ പറ്റുക, അറ്റ്ലീസ്റ്റ് ഫോർ 45 minutes. അതുവരെ ഉള്ള ഈ യങ് പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും. ഇറ്റ്സ് എ ചാൻസ് ഫോർ ദം ടു ഇംപ്രസ്. എസ്പെഷ്യലി ഐ റിയലി ബാഡ്ലി വാണ്ട് ഹാർവി എലിയറ്റ് ടു സ്റ്റേ. I really want Calvin Ramsey to do well for the club's sake. എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആണെന്ന് ഇറയോളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഒരു ബാക്കപ്പ് ആയിട്ട് ഉണ്ടാവും. എന്തായാലും ഗാക്പോ വന്ന് കിയേസ ഓൾസോ ഐ വോണ്ട് ഹിം ടു, കാരണം നമ്മളെ ക്ലബിന് വേണ്ടി ഇത്രയും കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരാള് ടെക്നിക്കലി പുറത്തെവിടെയും കളിച്ചാൽ ഇറ്റലിയിലെ വേൾഡ് കപ്പ് ടീമിൽ കയറാൻ പറ്റുമായിരുന്നിട്ടും പുള്ളി ഇവിടെ നിന്നു. പുഞ്ചിരിയോടെ ഇല്ലാത്ത ടീമിൽ കയറാൻ പറ്റൂല. അല്ല, പുള്ളി ഇവിടെ ഉള്ളപ്പം ക്വാളിഫയേഴ്സ് ആയിരുന്നല്ലോ. ഇവിടെ ലെഫ്റ്റ് ലാസ്റ്റ് സീസൺ പ്ലേഡ് ദ ക്വാളിഫയേഴ്സ്. ഒരു ജോയ് കൊണ്ടുവരുന്ന ഒരു പ്ലെയർ എന്ന് തോന്നാം. അത് എപ്പോഴും പുഞ്ചിരിക്കുക, ചിരിച്ച് കളിക്കുന്ന ഒരു, നമ്മള് ചിലപ്പോ ഈ ലാറ്റിൻ അമേരിക്കൻ ചില പ്ലേയേഴ്സിന്, ഇപ്പൊ ബ്രസീലിയൻ പ്ലേയേഴ്സ് ചിലരൊക്കെ പറയൂലോ, ഇപ്പൊ റൊണാൾഡീഞ്ഞോ ഒക്കെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കളിക്കുന്ന അതുപോലെ ഇങ്ങനെ കാണാം. ഒരു പ്ലസന്റ് ആണ്, എപ്പോഴും ചിരിച്ച് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഫൺ, എൻജോയ് ചെയ്ത് ഫുട്ബോൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേയേഴ്സിൽ പെട്ട ഒരു പ്ലെയർ ആണ്. ഡെഫിനറ്റ്ലി ആൾ ഇവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. യെസ്, അപ്പോ ദാറ്റ് ഈസ് ദ പോസ്റ്റ് മാച്ച് റിയാക്ഷൻ. ഇനിയൊന്ന് പോയി ഉറങ്ങണം. അപ്പോ എവരിവൺ,
താങ്ക് യു സോ മച്ച്. ഈ കളി എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. കാണാത്തവർക്കായി നിങ്ങൾക്ക് ഓൾ റെഡ് വീഡിയോയിൽ പോയി കാണാം. പേഡാണ്, പക്ഷെ യു ക്യാൻ സബ്സ്ക്രൈബ്. 14 ഡേയ്സ് എന്തോ ഫ്രീ ഉണ്ട്. അപ്പോൾ 14 ഡേയ്സ് യു ക്യാൻ വാച്ച് ദോസ് ഗെയിംസ്. റെക്സാം ഗെയിമും കിട്ടും നിങ്ങൾക്ക്, മൺഡേ ഗെയിമും കിട്ടും, ലീഡ്സ് ഗെയിമും കിട്ടും. സോ താങ്ക് യു സോ മച്ച്. വിൽ ബി ബാക്ക് ടുമോറോ. നാളെ ഇറയോള സ്പെഷ്യൽ ആണ്, നാളെ മറ്റന്നാളും. ആൻഡ് ഇൻ കേസ് ദർ ഇസ് എനി ട്രാൻസ്ഫർ മൂവ്മെന്റ്, ഡെഫിനറ്റ്ലി വിൽ ബി ബാക്ക്.